മലദ്വാര സംബന്ധമായിട്ടുള്ള ഏത് കേസാണെങ്കിലും ആളുകൾ വരുന്നത് എനിക്ക് പൈൽസ് ആണ് എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. ശരിക്കും എന്താണ് പൈൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത, എനോറക്ടൽ സർജൻ ആണ്. എൻ്റെ ഒ പിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് പൈൽസ് ആയിട്ട് വരുന്ന ആളുകളാണ്. പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടും കാലുകളിലൊക്കെ വെരിക്കോസ് വെയിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതേപോലുള്ള വെരിക്കോസ് വെയിൻസ് നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ എനോറക്ടൽ കനാലിന്റെ ഉള്ളിൽ കാണുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഭാഗത്തേക്ക് രക്തം ഒരുപാട് വന്ന് രക്തക്കൊഴലുകൾ തടിച്ച് വീർത്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത്. കൂടുതലും നമ്മൾ മനുഷ്യന്മാര് രണ്ട് കാലിൽ നിവർന്ന് നിന്ന് നടക്കുന്ന ആളുകളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് രക്തക്കൊഴലുകളിലേക്ക് താഴോട്ട് കൂടുതലും ബ്ലഡ് വരാനും പൈൽസ് വരാനുള്ള ഒരു സാധ്യത നമ്മുടെ അനാറ്റമിക്കലി തന്നെ ഉണ്ട്. പിന്നെയുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതലും കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകുന്ന ആളുകളിലാണ് പൈൽസ് കോമൺ ആയിട്ട് കാണാറുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് നല്ല രീതിയിലല്ലാത്തവർക്കും, അതായത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്ന ആളുകൾ, ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആളുകൾ, ടോയ്ലറ്റിൽ ഇരുന്ന് മൊബൈൽ യൂസ് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും സ്ട്രെയിൻ ചെയ്യേണ്ടി വരികയും ഇത് പൈൽസിന് ഒരു പരിധിവരെ കാരണമാവാറുണ്ട്. അതല്ലാതെ പ്രഗ്നൻസി, ഡെലിവറിക്ക് ശേഷം എന്നിങ്ങനെയുള്ള മറ്റു കാരണങ്ങളും പൈൽസിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പൈൽസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള പൈൽസ്, അതായത് നമുക്ക് പുറമേ നിന്ന് തന്നെ തൊട്ടു നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന മുഴ പോലെയുള്ള ഭാഗം. രണ്ടാമത്തേത് ഇന്റേണൽ പൈൽസ്. ഇതിന് രണ്ടിൻ്റെയും ലക്ഷണങ്ങളിലും കുറച്ച് വ്യത്യാസമുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള അതായത് പുറമേയുള്ള പൈൽസ് ആണെങ്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്. ഉള്ളിലെ പൈൽസിന് പൊതുവെ പെയിൻ അങ്ങനെ ഉണ്ടാവാറില്ല. ഉള്ളിലെ പൈൽസിന് മെയിൻ ആയിട്ടും ഉണ്ടാകുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് അല്ലാത്ത നോൺ ബ്ലീഡിംഗ് ആയിട്ടുള്ള പൈൽസും ഉണ്ട്. ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ അത് എന്താ പറയുക, നമുക്ക് ചൂറ്റി വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പൈപ്പ് തുറന്നതുപോലെ അങ്ങനെ ചീറ്റി വരുന്ന തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ് പൈൽസിന് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത്. അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും പൈൽസിന്റെ കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റുക. പൈൽസിന് പൊതുവെ നമ്മൾ 4 സ്റ്റേജിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് പുറമേ നിന്ന് യാതൊരുവിധ ലക്ഷണങ്ങളും തൊടാനോ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മേ ബി ബ്ലീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കാലമായി തുടർന്നുകൊണ്ട് പോകുന്ന ഗ്യാസ്, ബ്ലോട്ടിങ്, അതായത് വയറ് വീർത്ത് വരിക, കോൺസ്റ്റിപ്പേഷനും വയറിളക്കവും മാറി മാറി വരുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, എപ്പോഴും ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുക എന്നിങ്ങനെയുള്ള ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങളായിരിക്കും സ്റ്റേജ് 1 നിങ്ങൾക്ക് കാണാൻ പറ്റുക. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഫീൽ ചെയ്യുന്നത് മോഷൻ പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും പോയിട്ടില്ല അങ്ങനെയുള്ള ഒരു തോന്നലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മോഷൻ പോകുന്ന സമയത്ത് എന്തോ ഒന്ന് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷെ അത് തനിയെ തന്നെ ഉള്ളിലോട്ട് കയറി പോവുകയും ചെയ്യും. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മോഷൻ പോയതിനു ശേഷം കട്ടിയായിട്ട് എന്തോ ഒരു മുഴ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും നിങ്ങൾ വിരൽ വെച്ചത് പ്രഷർ കൊടുത്താൽ മാത്രമേ അത് ഉള്ളിലോട്ട് കയറി പോവുകയുള്ളൂ. അതൊരു ഗ്രേഡ് 3 എന്നുള്ളൊരു സ്റ്റേജ് ആണ്. ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ നീര് നന്നായി കൂടി ഈ ഒരു ഉള്ളിലെ പൈൽസ് പൂർണ്ണമായും പുറത്ത് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് വിരൽ വെച്ച് പ്രഷർ ചെയ്ത് കൊടുത്താലൊന്നും ഉള്ളിലോട്ട് പോകുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കില്ല. ഇങ്ങനെയുള്ളൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് സിംറ്റംസ് എല്ലാം പൈൽസിൻ്റെതല്ല. ആ ഒരു ഭാഗത്ത് ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ബ്ലീഡിങ് കാണുമ്പോൾ പൈൽസ് ആണെന്ന് വിചാരിച്ചിരുന്നാൽ അത് മേ ബി ഒരു ക്യാൻസർ ആയേക്കാം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഡോക്ടറുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ക്ലിനിക്കിൽ വെച്ച് തന്നെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് വിരൽ വെച്ച് പരിശോധിക്കാൻ പറ്റും. അതല്ലാതെ പ്രോക്ടോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചും നമുക്ക് ഉൾഭാഗം പരിശോധിക്കാം. അതല്ല എങ്കിൽ കോളനോസ്കോപ്പി വഴിയും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ട്രീറ്റ്മെന്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നീ 2 സ്റ്റേജിൽ മാത്രമാണ് നമുക്ക് മെഡിസിൻ ഉപയോഗിച്ച് പൈൽസിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സാഹചര്യങ്ങളിൽ പേഷ്യൻസ് ഗ്രേഡ് 4 ആയാലും മെഡിസിൻ വാങ്ങി ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഒരു ഗ്രേഡ് 2 ശേഷം നിങ്ങൾക്ക് പൊതുവെ മെഡിസിനിൽ വലിയ റിസൾട്ട് കിട്ടില്ല. മെഡിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ദഹനം ശരിയാക്കുന്ന തരത്തിലുള്ള മരുന്നുകളും, അതായത് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ അഗ്നിദീപനമായിട്ടുള്ള മരുന്നുകളും, ദഹനം ശരിയാക്കുന്ന അഗ്നിപാചനമായിട്ടുള്ള ആമപാചനമായിട്ടുള്ള മരുന്നുകളും, അതോടൊപ്പം തന്നെ ലാക്സേറ്റീവ് ആയിട്ടുള്ള, അതായത് വയറ്റിൽ നിന്നും അഴഞ്ഞു പോകുന്ന തരത്തിലുള്ള മരുന്നുകളുമാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതോടൊപ്പം തന്നെ സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് വളരെയധികം നല്ലതുമാണ്.
ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നിങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം എന്നിങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ആയുർവേദം പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അത് റെക്കറൻസ് ഇല്ലാത്തതും, അതായത് വീണ്ടും വീണ്ടും ഈ ഒരു പൈൽസ് എന്നുള്ള അസുഖം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തതും, ഒരു ദിവസത്തെ ഡേ കെയർ പ്രൊസീജിയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായും ഒരു വിദഗ്ധമായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം ചികിത്സ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാതിരിക്കുക.